വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു നോൺ വെജിറ്റേറിയൻ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മുടെ എല്ലാവർക്കും ഇഷ്ടമുള്ള മീൻ വിഭവമാണ് ചെയ്യാൻ പോകുന്നത്. കുറേ ദിവസമായി മീൻ കറി ചെയ്തിട്ട്. അത് നമ്മളിവിടെ ഓരോ ഷോ തുടങ്ങുമ്പോൾ നമ്മൾ ഇന്നതാ ചെയ്യുന്നത്, ഇന്നതാ കറി ഉണ്ടാക്കുന്നത്, ഇന്നതാ ഗസ്റ്റ് വരുന്നത്, എല്ലാം നമുക്ക് ഭയങ്കര സന്തോഷവും ആർഭാടവും ഈച്ച് ആൻഡ് എവറി മൂമെന്റ് സന്തോഷത്തോടു കൂടി നമ്മൾ കഴിയണം എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നെ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മുടെ ഷോയിൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ ഫിഷ് കറിയാണ്. ഈ ഫിഷ് കറി എന്നാന്നോ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. കൊടംപുളി ഇട്ട മീൻകറിയാ ഞങ്ങൾ സാധാരണ കോട്ടയംകാർക്ക് ഒത്തിരി ചെയ്യാറുള്ളത്. പക്ഷെ അതിൽ നിന്നൊരു വ്യത്യാസമായിട്ട് എൻ്റെ ഒരു അമ്മച്ചി പഠിപ്പിച്ചതായത് ഇത് എന്താ പറയാ, നമ്മൾ കൊടംപുളി വെക്കുന്ന പോലെ ആണോന്ന് ചോദിച്ചാൽ ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട്. എന്നാൽ വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. വ്യത്യാസമില്ലേ സ്വാദിൽ എന്ന് ചോദിച്ചാൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാതാനും. അതിന് വേണ്ടിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതൊരു പേരൊന്നുമില്ല, ഇതൊരു മീൻകറി എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി തേങ്ങാപ്പാലൊക്കെ ചേരും. കുറച്ച് കുടംപുളിയുടെ കറിയെക്കാട്ടിൽ ഇച്ചിരി ഒരു വ്യത്യാസമുണ്ട്. എന്നാൽ ഇത് എന്നാ കോമ്പിനേഷനാന്ന് ചോദിച്ചാൽ ചക്കയുടെയും കപ്പയുടെയും ഒക്കെ തിന്നാൻ ഭയങ്കര നല്ല ടേസ്റ്റാണ്. അപ്പം ഇച്ചിരി എരിവും പുളിയും ഒക്കെ ചേർക്കുന്നത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച്. അപ്പം ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്നല്ലേ ഒരു വ്യത്യാസമുണ്ട്. ഇതിനകത്ത് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇതാ പറഞ്ഞ കുറച്ചൊരു വ്യത്യാസം ഉണ്ടെന്ന്. ഇതിന് ഇച്ചിരി കുരുമുളക് പൊടി ഇടും, ഇച്ചിരി ഉലുവയാണ്. പിന്നെ വേണ്ടിയത് വെളുത്തുള്ളി, കടുക്, ഇതൊരു മുഴുത്ത സവാള കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക. അതല്ല ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതിട്ടേച്ചാലും മതി. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇത് വഴറ്റാനുള്ളതാ. പിന്നെ കുറച്ച് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്. ഇത് കൊടംപുളിയാ, പുളി അനുസരിച്ച് വേണം നമ്മൾ ചേർക്കാനായിട്ട്. പിന്നെ ഉള്ളത് കുറച്ച് പച്ചമുളക്. പിന്നെ വേണ്ടിയത് തേങ്ങാപ്പാൽ. ഈ തേങ്ങാപ്പാൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് തേങ്ങ നല്ലതായിട്ട് അരച്ച് ചേർത്താലും മതി. ഇപ്പൊ ഞാൻ ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പാല. അരയ്ക്കുവാണെങ്കിൽ ഈ പൊടിയുടെ കൂട്ടത്തിലിട്ട് ഒന്ന് അരയ്ക്കുന്നത് നല്ലതാ. അപ്പൊ ഇനി ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ പൊടി ഒന്ന് ആദ്യം അരച്ചെടുക്കാം. അതിനു വേണ്ടി ഫസ്റ്റ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റും അതല്ല ഐശ്വര്യം തരുന്ന മഞ്ഞപ്പൊടി ഞാനിവിടെ വെച്ചിട്ടില്ല. അപ്പൊ ഫസ്റ്റ് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇടുവാണ്. ഇൻഗ്രീഡിയൻസിൽ ഞാൻ പറയുന്ന കൂട്ടത്തിൽ മഞ്ഞപ്പൊടി പറഞ്ഞിട്ടില്ല, അപ്പോൾ ശ്രദ്ധിച്ചോളൂ. ഇത് ദശകട്ടിയുള്ള ഏത് മീനായാലും കുഴപ്പമില്ല, അതല്ല സാധാ മീനാണേലും പ്രശ്നമൊന്നുമില്ല. ഏത് മീനിലും ചെയ്യാം. പക്ഷെ ചെറിയ മീനുകളൊക്കെ ചെയ്യാവോ എന്ന് ചോദിച്ചാൽ ചെയ്യകൂടായികയൊന്നുമില്ല, എല്ലാം ചെയ്യാവൊക്കെ ചെയ്യാം. ഇനി മല്ലിപ്പൊടി എടുക്കേണ്ടത് എപ്പോഴും മുളക് പൊടിയെക്കാട്ടിലും കുറച്ച് കൂടുതലായിരിക്കണം. ഇത് 2 സ്പൂൺ ഇടുവാണെങ്കിൽ മുളക് പൊടി 1 സ്പൂൺ ഇടാവുള്ളൂ. ഇപ്പൊ 2:1 എന്നുള്ള കണക്കാ. കാര്യം എന്താണെന്ന് വെച്ചാൽ പച്ചമുളക് ചേർക്കുന്നുണ്ട്, കുരുമുളക് ചേർക്കുന്നുണ്ട്, അതനുസരിച്ചാണ് എരിവ്. ഇപ്പൊ ഇതിനൊരു 4 സ്പൂൺ ഞാൻ ഇടാൻ പോവാ. ഇത് ടീസ്പൂൺ ആണേ. ഇനി വേണ്ടത് കുറച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടി പറ്റിയ സ്ഥലം തന്നെ മാറ്റുക. ഇത് 4 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടാൽ ഇതിന് ഒരു 2 നല്ല വലിയ സ്പൂൺ മുളക് പൊടി. കുരുമുളക് ഒരു 1/4 ടീസ്പൂൺ ടു ഹാഫ്, ഇതാ ഇത്രയും മതിയാവും. കുരുമുളകിന്റെ ചുവ അധികം വേണ്ട. ഇനി ഇടുന്നത് ഉലുവയാണ്. ഉലുവ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ കഴിക്കും. പൊടിയാണെങ്കിലും ഈ പറഞ്ഞ പോലെ ശകല ഇടാവുള്ളൂ. ഇതൊരു 3-4 എണ്ണ ഇടുവുള്ളൂ. അഥവാ ഇനി ഇപ്പൊ ഇതിനകത്തോട്ട് അരയ്ക്കണ്ട തോന്നുവാന്നേല് ചട്ടിയിലിട്ടേച്ചാലും മതി. ഇനി അരയ്ക്കാനായിട്ട് ഒരു 4 വലിയ വെളുത്തുള്ളി എടുത്തു. അല്ലാതെ നമ്മൾ അരയ്ക്കുന്നില്ല, വഴറ്റാനും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പൊ ഒരു 4 എണ്ണം. ഇതിനെ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ച് നല്ല പേസ്റ്റ് പോലെ അരയ്ക്കാം. ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ചൊന്ന് അരയ്ക്കുക. ഓക്കെ, ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ചട്ടി കത്തിച്ച് അടുപ്പ് കത്തിച്ച് ചട്ടി വെക്കുക. ഇതിനകത്ത് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാവുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ മീനും നാടൻ കറി, ചിക്കൻ കറി ഇതൊക്കെ വെക്കുവാന്നേല് വെളിച്ചെണ്ണ ഏറ്റവും സ്വാദ്. വെളിച്ചെണ്ണ ഒരു വലിയ സ്പൂണിന് ഒരു 3 സ്പൂൺ ഒഴിച്ചോ. എന്നാന്നോ അത് നമുക്ക് ഇച്ചിരി ഉള്ളിയൊക്കെ വഴറ്റാനുള്ളതല്ലേ, അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ ഒഴിച്ചു.
അഥവാ ഇനിയിപ്പൊ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് അല്ല വെക്കുന്നത്, സാധാ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടാ വെക്കുന്നതെങ്കിൽ 2 ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇത് തേങ്ങാപ്പാലും തേങ്ങയും മാറ്റിയേച്ചും ഉണ്ടാക്കാം, അതല്ല തേങ്ങാപ്പാൽ ഇട്ടേച്ചും ഉണ്ടാക്കാം, രണ്ടും നടക്കും. അപ്പൊ ഇനി എണ്ണയൊന്ന് ചൂടായി, അതിനകത്തോട്ട് ഞാനൊരു കുറച്ച് കടുകിന്റെ എണ്ണമൊക്കെ എനിക്കറിയില്ല പറയാൻ, ഒരു ഇച്ചിരി കടുക് ഇടണം. അതായത് നിറച്ചൊരു ടീസ്പൂൺ എന്ന് വെച്ചോ. അതൊന്ന് പൊട്ടിയേച്ച് നമുക്ക് ഉള്ളി വഴട്ടാനിടാം. കടുക് പൊട്ടി കഴിയുമ്പോൾ ഒരു തണ്ട് കറിവേപ്പിലെങ്കിലും ഞാൻ ഇടും. ഇലയായിട്ട് തന്നെ ഇടണമെന്നില്ല, തണ്ടോട് ഇടാം. തണ്ടോട് ഇടുമ്പോൾ ഉണ്ടല്ലോ കുറച്ചുകൂടെ നല്ല മണവാ. ആ തണ്ട് ഒന്ന് കറിവേപ്പില എടുത്തേച്ച് അതിന്റെ തണ്ടൊന്ന് നോക്കി, അതിന് തന്നെ നല്ല മണവാ. എനിക്കിഷ്ടം മണം, ഇഷ്ടമാണെങ്കിൽ ഇട്ടാൽ മതി. ആക്ച്വലി എണ്ണയിൽ നമ്മൾ കടുക്, ഉലുവ, ജീരകം ഇങ്ങനെയൊക്കെ ഇടുന്ന സമയത്ത് ശരിക്കും ആ കടുക് പൊട്ടി അതിന്റെ ഫ്ലേവർ ആ എണ്ണയിലേക്ക് വരണം എന്നാ പറയുന്നത്. അതാണ് പാചകം. അത്രയൊക്കെ ക്ഷമ വേണം. ആദ്യമൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എന്റെ ഇപ്പൊ കടുക് പൊട്ടിയിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി കറിവേപ്പില ഇടുക. അപ്പൊ കറിവേപ്പില ഇട്ടു. ഇനി എന്നാന്ന് വെച്ചാൽ ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ ഒരു സവാള കുഞ്ഞായിട്ട് അരിഞ്ഞതാ. കുറച്ചുകൂടെ സ്വാദ് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെറിയ ഉള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞാൽ മതി. ഇപ്പൊ ചില സമയത്തൊക്കെ നമുക്ക് നേരം കിട്ടുകയില്ല, എന്നാ രുചിക്ക് കോംപ്രമൈസ് ഇല്ല എന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി തന്നെ വരത്തുള്ളൂ. ഇതൊരു ഇച്ചിരി നല്ല ബ്രൗൺ ആവണേ. ഈ ഉള്ളി ഒരു ഇച്ചിരി പെട്ടെന്ന് വാടാനായിട്ട് ഇച്ചിരി ഉപ്പിടുക. ഉപ്പിനകത്ത് സ്പൂൺ ഇട്ടാലും എനിക്ക് എന്റെ കൈയളവാ കറക്റ്റ്. അല്ല, ഉപ്പിനൊക്കെ സ്പൂൺ വെച്ചിടാന്ന് വെച്ചാൽ ഇച്ചിരി പാടാ. അങ്ങനെയൊക്കെ ഇട്ടാൽ ചിലപ്പോ ഉപ്പ് കൂടി പോയെന്നിരിക്കും. കൈവാക്ക എനിക്ക് ഏറ്റവും എളുപ്പം. പിന്നെ ഇവിടെ ഒന്നും മുളക് പൊടിയൊന്നും അങ്ങനെ ഇടാൻ ഒക്കുകയല്ല. അല്ലേലും വീട്ടിലൊക്കെ മുളക് പൊടിയൊക്കെ ഇങ്ങനെ കൈയിട്ട് വാരിയാലും അതൊരു വൃത്തികേടല്ലേ. അതുകൊണ്ട് സ്പൂണൊക്കെ കരുതിയിട്ടുണ്ട്. പക്ഷെ ഉപ്പ് എന്നാക്കെ പറഞ്ഞാലും ഈ ഉപ്പ് കൈ കൊണ്ടേ പറ്റുള്ളൂ. ഇപ്പൊ ഈ ഉള്ളി നല്ലോണം ഒന്ന് മൊരിയണം എന്ന് പറഞ്ഞാല്, കൊടംപുള്ളിയുടെ കറി വെക്കുമ്പോഴത്തേക്ക് അമ്മച്ചി എപ്പോഴും പറയും, മോളെ ഒത്തിരി മൊരിക്കരുത്, അതൊന്ന് വെന്താ മതിയെന്നെ. അതേ കൂട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കറിക്കും പറയുന്നത്. ഇനിയിപ്പൊ ഇതൊരു ഇച്ചിരി മൊരിഞ്ഞേ, ഇതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി വെളുത്തുള്ളി ഇടുക. ഒരുപാട് വെളുത്തുള്ളി വേണ്ട, കാര്യം നമ്മൾ അരച്ചിട്ടുണ്ട്. ഒരു കുറച്ച് വെളുത്തുള്ളി, ഇനി ഒരു കുറച്ച് ഇഞ്ചി അരച്ചിട്ടില്ല, നമ്മൾ ഇതിനകത്ത് മാത്രമേ ഇടുന്നുള്ളൂ. തീ ഒരു ഇച്ചിരി കുറയ്ക്കുക. ഇച്ചിരി നല്ലതായിട്ട് മൂത്തു. ഇനിയാണ് കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങ് ഇടുവാണേ. ഈ കറിവേപ്പിലയൊക്കെ നമ്മുടെ ഏനം പോലെ നമ്മുടെ ഇഷ്ടമുള്ള സമയത്ത് അതിന് ആ മണം വരുന്ന പോലെ അങ്ങ് ഇട്ടേച്ചാൽ മതി. ഇനി ഈ അരച്ചു വെച്ചേക്കുന്ന പേസ്റ്റാ ഇടാൻ പോകുന്നത്. ഈ അരപ്പിനും ഒരു മൂപ്പുണ്ട്, അപ്പൊ അത് നോക്കിയേച്ച് വേണം നമ്മൾ ഇതിനകത്തോട്ട് ഞാനൊരു 2-3, ചില പുളിക്കൊക്കെ ഭയങ്കര പുളിയായിരിക്കും, അപ്പൊ നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇതിപ്പോ 1 വലിയ ചുള ഇടുന്നേ, ഒരു 4 വലിയ ചുള ഇട്ടിട്ടുണ്ട്. പിന്നെ നോക്കി വെച്ച് നമുക്ക് ചേർത്താ മതിയേ. ഇനിയിപ്പൊ ഈ അരപ്പൊരു ഇച്ചിരി മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ആ മിക്സി ജാറിലോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് ആ ബാക്കിയും കൂടെ അങ്ങ് ഇതിനകത്തോട്ട് ഒഴിക്കുക. ഇത്ര വെള്ളം പോരാ, ഇനി ഒരു ഇച്ചിരി തീ കൂട്ടി വെക്കുക. ഉപ്പ് നമ്മൾ ചേർത്തായിരുന്നു, പുളി ചേർത്തു, എരിവ് ചേർത്തു. ഇനിയുള്ളത് പച്ചമുളക്, അതൊരു ഇച്ചിരി കീറിയിടണം. ഒരു എരിവ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ഒരു 3 പച്ചമുളക് വേണമെങ്കിൽ കീറിയിട്ടേക്കാം. എരിവ് ഇച്ചിരി കൂടുതൽ വേണ്ടിയുള്ളവർക്ക് ഇച്ചിരി കൂടുതൽ ഇട്ടു. ഈ സമയത്ത് തേങ്ങാപ്പാൽ ചേർക്കുന്നവർക്ക് തേങ്ങാപ്പാൽ ചേർക്കാം, അതല്ല വെള്ളം ചേർക്കേണ്ടവർക്ക് വെള്ളം ചേർക്കാം. ഇപ്പൊ ഞാനിവിടെ തേങ്ങാപ്പാലാ ചേർക്കാൻ പോകുന്നത്. ഒരു കട്ടി തേങ്ങാപ്പാല് ഒരു ഇച്ചിരിയെ ചേർത്തേക്കുന്നേ. ഇനി എന്നോ നമ്മുടെ മീനിന്ന് ഒരു ഇച്ചിരി വെള്ളം ഇറങ്ങും, ആ വെള്ളവും കൂടെ വേണം. പക്ഷെ അരപ്പ് പോരാ, ഇച്ചിരിയും കൂടെ വെള്ളം ആവാം. തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ അത് ഇപ്പം എൻ്റെ കയ്യിൽ ഒരു കപ്പേ ഞാൻ എടുത്തു വെച്ചോളൂ. അപ്പൊ ഒരു ഇച്ചിരി വെള്ളവും കൂടെ ഞാൻ ഇതിന്റെ കൂടെ ചേർക്കുക. ഫ്ലെയിം ഒരു ഹൈ ഫ്ലെയിമിൽ ഇരുന്നോട്ടെ.
ഈ സമയത്ത് ഉപ്പ്, എരിവ്, പുളി ഇതെല്ലാം ചേർക്കാം. മുളക് പൊടി ചേർക്കുകയോ മല്ലിപ്പൊടി ചേർക്കുകയോ അങ്ങനത്തെ എല്ലാം ചേർക്കുവാന്നേൽ ഒരു ഇച്ചിരി എണ്ണയിലൊന്ന് മൂപ്പിക്കോ, അല്ലെങ്കിൽ തനി എണ്ണയില്ലാതെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഇതിനകത്തോട്ടൊന്ന് ചേർത്തേച്ചാലും മതി. പച്ചമുളകിന്റെ എരിവ വേണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. പുളി മാത്രം എപ്പോഴും ശ്രദ്ധിച്ചോണം, കുറച്ച് വെള്ളം വെച്ചേക്കണം. പുളി ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളം കുറച്ച് വെച്ചേക്കണം. എങ്ങാനും തിളച്ചിട്ട് നമുക്ക് മീനുമായിട്ട് ചേർന്ന് പുളി ഇറങ്ങിയതിന് ശേഷം പുളി അഥവാ കുറവാണെങ്കിൽ പുളി ഡയറക്റ്റ് ഇടുന്നതിനെക്കാട്ടിലും നല്ലതാ അതിന്റെ ആ വെള്ളം ഒഴിക്കുന്നത്. അപ്പൊ അറിയാൻ നോക്കും എത്ര പുളി ഏറ്റക്കുറച്ചിലുള്ളത്. ഇനിയിപ്പോ ഇതേണ്ട നമ്മുടെ ഈ അരപ്പ് നല്ലോണം തിളയ്ക്കുന്നുണ്ട്, തിളച്ചു വരുന്നു. പക്ഷെ എന്നാലും ഇപ്പൊ വലിയ താമസമല്ല, ഇതിപ്പോ തിളയ്ക്കും. തിളച്ചതിന് ശേഷം മീനിടുക. മീനിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് വേറെ പരിപാടിയൊന്നുമില്ല. ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചേച്ചാൽ മതി. ഇതിന് ഏറ്റവും നല്ല കോമ്പിനേഷൻ നമ്മുടെയൊക്കെ ഫേവറേറ്റ്, എന്റെ ഫേവറേറ്റ് ആണ്, ഉള്ള കാര്യം പറയാലോ. ചക്ക വേവിച്ചത് നല്ലതാ, കപ്പ വേവിച്ചത് നല്ലതാ, അപ്പത്തിൻ്റെ കൂടെ നല്ലതാ, ചോറിൻ്റെ കൂടെ ബെസ്റ്റ്. ഇത് എല്ലാ കറികൾക്കും പോട്ടോ, ഈവൻ ദോശ, ഇഡ്ഡലി എല്ലാത്തിനും ചേരുന്ന ഒരു കറിയായത്. മീൻ ഇഷ്ടമുള്ള വ്യക്തികൾക്കാണെങ്കിൽ, പിന്നെ പിള്ളേർക്കാണെങ്കിലും ഇച്ചിരി തേങ്ങാപ്പാൽ കൂട്ടിയിട്ട് കൊടുത്തയച്ചാലും എരിവ് അധികം വരികയില്ല. അതുകൊണ്ട് മുരിഞ്ഞ ദോശയും ഈ മീൻകറിയൊക്കെ കഴിക്കുവാന്നേൽ ഭയങ്കര ടേസ്റ്റാണ്. ഓക്കെ, നമ്മുടെ വെള്ളം തിളച്ചു, അരപ്പിന്റെ എല്ലാം തിളച്ചു. ഇനി ഞാൻ ഈ മീൻ ഇതിനകത്തോട്ട് ഇടുക. ദശകഷ്ണം തന്നെ വേണമെന്നില്ല. ഈ പറഞ്ഞ പോലെ ചെറിയ മീൻ ഇതുവരെ ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല, പക്ഷെ കുറ്റമൊന്നുമില്ല കേട്ടോ, നല്ലതായിട്ടേ വരത്തുള്ളൂ. രണ്ട് കഷ്ണം കൂടെ ഇടാനുള്ള ഒരു സ്ഥലമേ എൻ്റെ ചട്ടിക്കകത്തുള്ളൂ. അപ്പൊ ഞാൻ ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. മീന് ഇട്ട പുറകെ അതിനെ ഒന്ന് ഇളക്കി ആ അരപ്പിലോട്ട് ഒന്ന് താത്ത് വെച്ച് കൊടുക്കാം. പക്ഷെ ഒന്ന് തിളച്ച് വേവുകയല്ലേ, ആ സമയത്ത് പിന്നെ നമ്മൾ സ്പൂണും കൊണ്ട് ചെന്നേച്ചാ അമ്മച്ചി ഓട്ടിക്കും. അമ്മച്ചി അന്നേരം പറയും, എന്നാ ഈ തുണി എടുത്ത് വെച്ചേച്ച് മീൻ ഒന്ന് ചുറ്റിച്ചാ മതി, നീ സ്പൂണ് വെച്ച് അത് ഇളക്കണ്ടെന്ന് പറയും. അല്ലാന്ന് വെച്ചാൽ മീനിനധികം വേവില്ല, അന്നേരത്തേനുണ്ടല്ലോ മുഴുവൻ അങ്ങ് പൊടിഞ്ഞു പോകും. നമുക്ക് ആ ഒരു ശീലം ഇല്ലാന്നുണ്ടെങ്കിൽ, അതിന്റെ ഒരു കൈവാക്കില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ അത് പൊട്ടിപ്പോകത്തുള്ളൂ. അതല്ല, നമുക്ക് അതിനൊരു നല്ലൊരു എതം ഉണ്ടെങ്കിൽ ഈ മീനൊന്നും പൊട്ടിപ്പോവാതെ സ്പൂണിട്ട് ഇളക്കാൻ ഒക്കുമെങ്കിൽ ഇളക്കിക്കോ, കുഴപ്പമില്ല. പക്ഷെ അമ്മച്ചിമാര് പറയുന്നത് ഇതുകൊണ്ടാ വെച്ചാൽ നമുക്കൊരു കൈവാക്കില്ല എന്നുണ്ടെങ്കിൽ മീൻ മുഴുവൻ പൊടിഞ്ഞു പോകും. ഇനിയിപ്പോ അതേ അരപ്പ് നല്ലോണം തിളച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇനി ഇത് വേവാൻ വേണ്ടി അടച്ചിടുക. അടച്ചിട്ട് മീനിന്റെ എണ്ണ നമ്മൾ ഒഴിച്ചതൊക്കെ ഒന്ന് തെളിഞ്ഞു വന്ന് ഉപ്പും പുളിയും ഒക്കെ ഒന്ന് ഇറങ്ങി, ഇനി ഇതിന്റെ കൂടെ കൊടുക്കാൻ ഞാൻ കുറച്ച് ചക്ക വേവിച്ചത് ഉണ്ടാക്കുക. ചക്ക വേവിച്ചത് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയല്ലേ, അപ്പൊ പിന്നെ ഞാൻ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇതിന്റെ കോമ്പിനേഷൻ സൂപ്പർ ആട്ടോ. അതിനി ചട്ടിയിൽ തന്നെ ഇരുന്ന് എണ്ണയൊന്ന് തെളിയണം, പിന്നെ അടുക്കള ഒന്ന് വൃത്തിയാക്കണം. പിന്നെ ഇതിലെല്ലാം ഉപരി നമുക്ക് നമ്മുടെ ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യണം. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ ആനിസേഷനിൽ വരാൻ പോകുന്നത്. നമ്മളെ എപ്പോഴും എന്താ പറയാ, എപ്പോഴും കാണുന്ന ഒരു വ്യക്തി, അത് വേറെ ആരുമല്ല, നമ്മൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് ഉഷ. ചേച്ചിനെ പറ്റി പറയുവാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഒരു എന്താ പറയാ, ഞങ്ങളെ രണ്ടുപേരെയും ഫിലിമിലേക്ക് കൊണ്ടുവന്നത് ബാലചന്ദ്രൻ മേനോൻ സാറാണ്. അപ്പം അത് മാത്രമേ ഞങ്ങൾ തമ്മിലുള്ളൊരു ഇതുള്ളൂ. പക്ഷെ ഇതുവരെ ഞാൻ ചേച്ചിയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് ചേച്ചിയെ പരിചയപ്പെടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ തെറ്റായിപ്പോവും. പല ഫംഗ്ഷനിൽ ഹൈ ഹലോ കണ്ടിട്ടേ ഉള്ളൂ. പക്ഷെ ചേച്ചി വരുമ്പോൾ നല്ല രീതിയിൽ നല്ല അസൽ നാടൻ ഭക്ഷണം കൊടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഞാൻ അടുക്കള ഒന്ന് വൃത്തിയാക്കിയിട്ട് ചേച്ചിയായിട്ട് നമുക്ക് ഡൈനിങ് കാണാം.